അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? ഹലോ മച്ചപ്പീസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇതൊരു ട്രാവൽ ബ്ലോഗോ കാര്യങ്ങളൊന്നും അല്ല. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമാലിക്കാണ്. എന്തിനാണ് നീ കിട്ടിയിരുന്നുള്ള അടിമാലിക്ക് ഇപ്പോൾ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ ഡ്രീം, അതായത് കുറച്ച് മാസങ്ങളും വർഷങ്ങളും ആയിട്ടുള്ള ഒരു ഡ്രീം നാളെ സഫലമാവാൻ പോവാണ്. അവൻ സ്വയം ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നല്ല കിടിലൻ വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ് ആയാലും വാളറ വാട്ടർഫാൾസ് ആയാലും വറ്റി വരണ്ട് കിടക്കും കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ കോതമംഗലം മൂന്നാർ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരിമംഗലമൊക്കെ എത്തുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. റോഡ് സൈഡിൽ നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മണിക്കൂറത്തെ വെയിലൊക്കെ അടിച്ച് ഞാൻ അവന്റെ അടുത്ത് എത്തിയെങ്കിലും വീട്ടിൽ പോലും കയറാണ്ട് ഓടി ചെന്ന് കയറിയത് അവന്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ്. കയറി വരുന്ന വഴിക്ക് തന്നെ അവന്റെ കൈ കൊണ്ട് തന്നെ അവൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും നോക്കിയാൽ വലതുകാലം തന്നെ വെച്ചങ്ങ് കയറി. കൂടുതൽ ഞാൻ പറഞ്ഞതിനെ പറ്റി ചളിയടിക്കുന്നതിനേക്കാളും നല്ലത് അവൻ തന്നെ പറയുന്നതായിരിക്കും. സോ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ടെക്കോഡെപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അതായത് നമ്മൾ ടെക്കോഡെപ്പ് എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം, ടെക്നോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ അതിന് ഫുൾ നെയിം കൊടുത്തേക്കുന്നത്. അപ്പം ടെക്നോളജി പ്ലസ് നമ്മൾ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ്, കമ്പനിയുടെ ചെറിയ പ്രൊജക്റ്റ് കാര്യങ്ങൾ, അത് നമ്മൾ ടെക്നോളജി സെക്ഷനിൽ ചെയ്ത് കൊടുക്കുന്നു. പിന്നുള്ളത് എഡ്യൂടെക് എന്നുള്ളതാണ്. എഡ്യൂടെക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നു. മെയിൻലി അതാണ് പേരും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്റ്റാർട്ടപ്പാണ്. കൂടാണ്ട് നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റുഡൻസിന് പ്രോജക്റ്റ് ചെയ്തു കൊടുക്കുന്നു. അതായത് കോളേജിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ ഫൈനൽ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഉള്ളത് സ്റ്റുഡൻസിന് പ്രോജക്റ്റിൻ്റെ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പോണൻസ്, അതായത് ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ റോബോട്ടിക്സ് ബന്ധമായിട്ടുള്ള പ്രോജക്റ്റുകളുടെ കമ്പോണൻസ് കാര്യങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ, നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം. ചെക്കന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നോണ്ട് ഞങ്ങൾ കലാപരിപാടികളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടോ. മിണ്ടിയും പറഞ്ഞും ബലൂൺ വീർപ്പിച്ച് നട്ടപ്പാതിരാത്രി ആയതുപോലെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. കൂട്ടത്തിൽ മത്സരനികനായിട്ട് കിടക്കണ ഇവനാട്ടോ അമലയും. ഇവനാണ് ഇതിനകത്ത് ബലൂൺ ഏറ്റവും കൂടുതൽ കുത്തിപ്പൊട്ടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവൂലേ, അവനാണ് ഇവൻ. അല്ലെ, പക്ഷെ ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ഒരു 16 ലൈറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അളിയൻ. ഈ ഭിത്തിമ ഓടിക്കൊണ്ടിരിക്കുന്ന റോബോട്ട് പോലത്തെ ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ടോ, അത് അളിയന്റെ കലാവിരുദ്ധ കേട്ടോ. ഒന്നും പറയാനില്ല. പണിയെടുക്കണ പോലെ ഒന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ 2 എണ്ണം കൂടി അങ്ങ് അഭിനയിച്ച് ജീവിക്കും ഇവിടെ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കസാരയിലിരുന്ന് 2 കറക്കമൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഐഡിയ. ബലൂൺ ഇത്ര കിടക്കുമല്ലേ, ഒരു ആർച്ച് അങ്ങോട്ട് മെനഞ്ഞേക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരുത്തന്നെ ആർച്ച് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. എങ്കിലും ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു സാധനം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡേ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡേ 2 പോവാം. അപ്പോൾ കേസ് ഇന്നലെയും കൊണ്ട് ഞങ്ങൾ അത്യാവശ്യമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെഞ്ചിരിപ്പാണ്. അച്ഛനിപ്പോൾ തന്നെ വരും, സംഭവം എല്ലാം സെറ്റാക്കണം. അതിന് ശേഷം എൻ്റെ ചെറിയൊരു റിബൺ കട്ടിങ് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഇനി അതൊക്കെ കാണാം. നീ പരിശുദ്ധൻ, ബലവാനീ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, കാരുണ്യം നീ ചൊരിയണമേ. ഹാക്കറാവാൻ പോണ് ഗൈസ്. ഫ്രീ ആയിട്ട് ഇവനെ കൊണ്ട് പഠിപ്പിക്കണം. ഈ അവിടെ റിബണൊക്കെ വലിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരി എത്തിക്കാനുള്ള നിലവിളക്കൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം ഒന്ന് പൊളിക്കാൻ. എന്തുവാടെ ഇത്, ഒന്ന് ഓപ്പൺ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. കലാപരമായിട്ടുള്ള കഴിവുണ്ടോടി നിനക്ക്? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിന്നെയാടാ എന്താടാ അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആള് കൂടി കഴിഞ്ഞപ്പോ ചെക്കന് പേടിപ്പന്നെ ഒടിച്ചു ഗൈസ്. മൂക്കൊക്കെ അടഞ്ഞിട്ട് മൂക്കിൽ തുള്ളി വരുന്ന ഒഴിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ റിബൺ കട്ടിങ് ആട്ടോ. നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ സെറ്റാക്കിയെങ്കിലും ഞങ്ങൾ കേക്ക് വെച്ച് കട്ട് ചെയ്യാനുള്ള സ്റ്റാൻഡിന്റെ കാര്യം മറന്നു പോയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ സ്വന്തം ബേസിലിന്റെ മനസ്സിലൊരു ചെറിയൊരു ഐഡിയ തോന്നി. ഒന്നും നോക്കിയില്ല, ഒരു സ്റ്റൂൾ എടുത്ത് തന്നെ മണ്ടയിലേക്ക് വെച്ച് സെറ്റ് ആക്കിട്ടോ സ്റ്റാൻഡ്. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇനി നമുക്ക് എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങിലായിട്ട് കിടക്കാം. അടിമാലി സ്റ്റേഷനിലെ CI സാറാണ് നമ്മുടെ ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. റിബൺ മുറിച്ചിട്ടാണ് സാറ് ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. തിരികത്തിക്കല് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ എമിലിന്റെ ടീച്ചറിന് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു നോക്ക്. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് വളരെ അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണിത്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, അതായത് 2019-21 2 വർഷം എൻ്റെ കൂടെ നടന്ന കുട്ടിയാണ്. കോളേജിനാണെങ്കിലും നമ്മളുടെ കേരളത്തിന് തന്നെ വളരെ അഭിമാനകരമായ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കുട്ടിയാണ്.
അപ്പോൾ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ചെയ്തു കൊടുക്കുന്നു, പ്രോജക്റ്റ് ഗൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു എന്നുള്ളത്. അതായത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അടിമാലി പോലുള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിമോട്ടായിട്ടുള്ള ഏരിയകളാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ടൗൺ ഏരിയയിലുള്ള പോലെ തന്നെ സാധനങ്ങൾ ആക്സസ് ചെയ്യാനോ ഫെസിലിറ്റികളും കുറവാണ്. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, സ്കൂളുകളിലൊക്കെ പോയി കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർക്ക് ഇതിനകത്തൊരു താല്പര്യം, ഇപ്പോൾ ഇലക്ട്രോണിക്സ് വേൾഡാണ്, നാൾക്ക് നാൾ അപ്ഡേഷനാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അതിനുള്ളൊരു ചെറിയൊരു ചവിട്ടുപടി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വളരെ നല്ലൊരു എന്താ പറയുക മനസ്സിന് ഉടമയാണ്. നമ്മൾ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക നോളേജ് എന്നുള്ള എയിമോട് കൂടിയാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടാണ്. ഫാദറും മദറും അല്ലാതെ ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടുള്ള ഭയങ്കര അനുഗ്രഹീതനായ ഒരു കുട്ടിയാണ്. ലാഭത്തിനൊക്കെ ഉപരി നല്ല അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ കൊച്ചു കേരളത്തിൽ, അതായത് നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല കൊച്ചു കേരളത്തിൽ, അതിലൂടെ ഇന്ത്യയിൽ അതുവഴി വേൾഡ് വൈഡ് റെക്കഗ്നീഷൻ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അത് മാത്രമല്ല മിസ്സിന്റെ വക ഒരു ബെസ്റ്റ് വിഷസും ആ ഒരു ബോർഡിൽ കുറിച്ചിട്ടാണ് മിസ് പോയെ. കിട്ടാവുന്നാൽ ഏറ്റവും നല്ലൊരു അംഗീകാരമാണ് ആളെ ഈ ഒരു അവസരത്തിൽ കിട്ടിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഗൈസ്, ഈ ഒരു ഫുഡ് അടിയോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങൾ കാണാത്ത കുറച്ച് സാധനം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകും. എല്ലാ ഫോട്ടോയും ക്യാമറയും വരുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഡ്രോളാനും എയർ കയറ്റാനുള്ളത് എല്ലാം ഇങ്ങനെ എടുത്തോണ്ട് കണ്ടിട്ട് ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ അവളവന്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് വന്ന എങ്ങനെയാണോ? ഇതെന്റെ ലാപ്ടോപ്പ് അല്ല, എന്റെ ഇതിൽ നല്ല സ്റ്റാൻഡേർഡ് ലാപ്ടോപ്പ് ആണ്. എന്തോ പടി ഇത്? അതെ, ഇതിന്റെ അകത്തിരിക്കണ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് വൃത്തിക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, സമ്മതിച്ചു. പറഞ്ഞു ഇതെന്തുവാ? ഞാൻ കാണിച്ചു തരുന്ന സാധനം പറയണം. എന്താ ഈ സിൽവർ കുത്ത്? എന്താ 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 പറ, എന്താ പറ പറ. എനിക്ക് കഴിവില്ല, സത്യം തുറന്ന് അംഗീകരിച്ചതിന് നന്ദിയടി. നിനക്ക് കഴിവില്ല, പറ പറ. ഇത് ഫാനാന്നറിയാം. ബാറ്ററി, ഇത് സ്പീക്കർ, സ്പീക്കർ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബാറ്ററി, ഇത് സ്ക്രീന്, ഇത് വർക്ക് ആവാനുള്ള അതിന് എന്തെങ്കിലുമൊക്കെ സംഭവം ആയിരിക്കും. എങ്ങനെ സാധിക്കുന്നേ? പഠിക്കുന്നത്? അയ്യോ, ഞാൻ പഠിക്കണത് ബയോളജിയാണ്. നല്ല കറക്റ്റ് ഒരു ബന്ധമുള്ള സബ്ജക്റ്റ് ആണ്. ഫോട്ടോ ഫേസ് ടു ഫേസ് നോക്കി എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല, സത്യമായിട്ടും. ഫോട്ടോ എടുപ്പിച്ചേ ക്യാമറ നോക്കി എനിക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞപ്പോ അവള് എഴുതി വെച്ചേക്കണേ കുറച്ച് മനസ്സാക്ഷി. അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടെ ജനിക്കണം. സ്വന്തം വീട്ടിൽ പരിപാടി എടുക്കുക. ആദ്യത്തെ കേസ് എടുത്ത അവള് നോക്കി സാധിക്കുന്നടി. ഇനിയും എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അളിയൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. പോലീസ് മാമന്മാരും പോയിട്ടുണ്ട്, ഞങ്ങൾ ഫുഡും കഴിച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.